Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Prayer ആരാ പാടുന്നേ? ഞാനാ പ്രത്യുഷ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Dear God, hear my prayer. Keep me in your loving care. Help me in all I do. Guide me and bless me too. Okay. Next, sign in. സൈൻ ഞാനൊരു സ്റ്റോറി പറയാം. The boy who cried wolf. Once upon a time, there was a young shepherd boy who lived in a small village near the hills. He was often bored and lonely, and so he could amuse himself by playing pranks on the villagers. One day he decided to have some fun by crying out, "Wolf, wolf, the wolf is coming." The villagers, believing the boy, ran up the hill to drive the wolf away. But when they got there, they found nothing. The boy had been lying. The villagers were angry and scolded him for his prank. But the boy didn't listen, and soon he was doing it again. One day, when the boy was out tending his flock, a wolf appeared and tried to kill the boy. But this time, no one came to help him. The villagers had enough of his tricks and refused to believe him. The wolf quickly chased the sheep away, leaving the boy alone and frightened. But it was too late to cry for help. The wolf had gone and learned a hard lesson about the consequences of lying. From them, the boy was more honest and thoughtful. He no longer played pranks on anyone. Moral of the story: even if you are telling the truth, lying destroys trust because no one believes a liar. Okay, ma'am. Okay. Next, Quotes ഞാനാണ് മാം. Ashwati. Every successful person has a painful story, and every painful story has a successful ending. Accept the pain and get ready for the success. Have a nice day. Okay. ഇനി ഞാനൊരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? യൂണിഫോംസിനെ കുറിച്ചിട്ട് നോക്കി വരാനായിട്ട് ചെയ്തായിരുന്നോ? ഓക്കെ, വായിച്ചിട്ടുണ്ടോ? ഒരു ഡൗട്ട് ചോദിച്ചിട്ട് ഏത് ചാപ്റ്റർ ആണെന്ന് പറയുമോ? ചാപ്റ്റർ യൂണിറ്റ് 6, സ്ട്രക്ചർ ഓഫ് ദി ക്ലാസ് റൂം. ഓക്കെ മാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, വായിച്ച് മനസ്സിലാക്കിയവര് തപ്പിടാട്ടോ. ചോദിച്ചോളാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വായിച്ചുകൊണ്ട് വരാനായിട്ട്. ഓക്കെ, എനിക്ക് പറയാൻ പറ്റുമോ? Try ചെയ്യാം. To bring the uniforms are used. Pinforms and slacks are the uniform for girls. യൂണിഫോം കിട്ടുമ്പോൾ പിൻഫോമും സ്ലാക്സും എന്ന് പറയുന്നതാണ് യൂണിഫോം ആയിട്ട് ഗേൾസിനുള്ളത്. ഹാഫ് പാൻസ് ആൻഡ് സ്ലാക്സ് ആണ് ബോയ്സിനുള്ളത്. അവരുടെ യൂണിഫോമത്തെ പറ്റിയാണ് പറയുന്നത്. കർച്ചീഫ്സ് ആൻഡ് റിബൺ ആർ ഓൾസോ ഗിവൺ വിത്ത് ദ യൂണിഫോം. കർച്ചീഫും റിബണും യൂണിഫോമത്തിന്റെ കൂടെ കൊടുക്കുന്നു. ടൈ ആൻഡ് ഷൂസ് ആർ നോട്ട് നെസസറി ഇൻ വാം കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ടൈയും ഷൂസും വാം കൺട്രീസ് ആയ ഇന്ത്യയിൽ ഇല്ലാന്ന്. പക്ഷെ നമ്മുടെ ഇവിടെ സ്കൂളുകളിലൊക്കെ ടൈ ഉണ്ട്.
പിന്നെ സംടൈം ഇറ്റ് ഈസ് ബാഡ് ഫോർ ദ സ്റ്റുഡൻറ്. ചില സമയത്ത് ഇത് കുട്ടികൾക്ക് അത്ര ഇതാവില്ല, കാരണം ചൂടുള്ള സമയത്തൊക്കെ നമ്മുടെ നാട്ടില് ഷൂസ് ഒക്കെ ഇട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. പിന്നെ വെൻ വി ആർ ഹെൽപ്പിംഗ് ഓൺ ദ യൂണിഫോംസ് വി ഷുഡ് തിങ്ക് അബൌട്ട് ദ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ ചിൽഡ്രൻ. നമ്മൾ യൂണിഫോം എടുക്കാൻ നേരത്ത് ചിന്തിക്കേണ്ടത് അവരുടെ ഹെൽത്ത് കണ്ടീഷനും കൂടി നോക്കിയിട്ട് വേണം. ദ to answer if any one of the children is wearing the uniform in her class. ആരെങ്കിലും യൂണിഫോം ധരിക്കാതെ വന്നാൽ അതിന്റെ ഉത്തരവാദി ടീച്ചറാണ്, ക്ലാസ് ടീച്ചർ. ഓൾസോ ഇൻ ദ യൂണിഫോം. യൂണിഫോമുകളിൽ കർച്ചീഫും റേഞ്ച് പോയോ? പെൻസിൽ ബോക്സ്, സ്ലേറ്റ് ഇവയൊക്കെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച്. അബൌട്ട് ദ ബാഡ്ജസ്, ടൈ, ബെൽറ്റ് ആൻഡ് ദ ന്യൂ മെത്തേഡ് ഓഫ് പിന്നിങ് ദ ഐഡന്റിറ്റി കാർഡ്. അതുപോലെ ബാഡ്ജും ടൈയും ബെൽറ്റും അതുപോലെ ഐഡന്റിറ്റി കാർഡ് പിൻ ചെയ്യുന്ന രീതി, ഇവയൊക്കെ. പിന്നെ അബൌട്ട് ദ ഡ്രോബാക്ക് ഓഫ് ഷൂസ്, ഷൂസിന്റെ പോരായ്മകളെ കുറിച്ച്. About the late comers, there are two type of late comers, regular late comers, occasional late comers. ഈ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരുന്നവര്, അതായത് സ്ഥിരമായി ലേറ്റ് ആയിട്ട് വരുന്നവരുണ്ട്, ഇടയ്ക്കിടെ ഒക്കേഷണലി ആയിട്ട് ലേറ്റ് ആയിട്ട് വരുന്നവരും. പിന്നെ അബൌട്ട് ടിയറിംഗ് അപ്പ് ഓഫ് ബുക്ക് ആൻഡ് നോട്ട് ബുക്സ്, ബുക്സ് ഒക്കെ നോട്ട്ബുക്കും ബുക്കുകളൊക്കെ കീറിപ്പോകുന്നതിനെ കുറിച്ച്. അബൌട്ട് മിസ്സിംഗ് ആൻഡ് ലോസിംഗ് പേപ്പർ, പെൻസിൽസ് ആൻഡ് സ്ലേറ്റ് പെൻസിൽസ്. Many of the parents are angry when the children often ask their parents to buy the pencil. കുട്ടികളുടെ കയ്യിൽ നിന്ന് പേപ്പറും പെൻസിലും സ്ലേറ്റിൽ എഴുതുന്ന പെൻസിലൊക്കെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് മിക്ക പേരൻസും അതിനെക്കുറിച്ച് ദേഷ്യം ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കും. സംടൈംസ് ദേ പുട്ട് ദ റെസ്പോൺസിബിലിറ്റീസ് ഓൺ ദ ടീച്ചേഴ്സ് ആൻഡ് ബ്ലെയിം ദ. ചിലപ്പോഴൊക്കെ അവർ ആ ഉത്തരവാദിത്തങ്ങൾ ടീച്ചറിന്റെ മേല് കുറ്റം ചാർത്തിയിട്ട് അവരെയാണ് കുറ്റപ്പെടുത്താറ് ഇതൊക്കെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച്. അബൌട്ട് ഗെറ്റിംഗ് ദ ലീവ് ലെറ്റർ ഫ്രം ദ ചിൽഡ്രൻ, കുട്ടിയുടെ കയ്യിൽ നിന്ന് കൃത്യമായിട്ട് ലീവ് ലെറ്റർ വാങ്ങുന്നതിനെ കുറിച്ച്. പിന്നെ ആ ജാപ്പനീസ് എന്നുള്ള അത് നോക്കണം മാം. വേണ്ട പറഞ്ഞു. ഓക്കെ മാം. നെക്സ്റ്റ് ആര് പറയും? മാം ഞാൻ പറയാം. ഇത് വായിക്കണമല്ലോ. ടു ബ്രിങ് ദ യൂണിഫോംസ് ആർ യൂസ്ഡ്. പിൻഫോംസ് ആൻഡ് സ്ലാക്സ് ആർ ദ യൂണിഫോംസ് ഫോർ ഗേൾസ്. ഗേൾസിന്റെ യൂണിഫോം പിൻഫോമും സ്ലാക്സും ആയിരിക്കും. ബോയ്സിന്റെ ഹാഫ് പാന്റും സ്ലാക്സും ആയിരിക്കും. കർച്ചീഫ്സ് ആൻഡ് റിബൺസ് ആർ ഓൾസോ ഗിവൺ വിത്ത് ദ യൂണിഫോം. യൂണിഫോമിന്റെ കൂടെ കർച്ചീഫും റിബൺസും ഒക്കെ നമ്മൾ വാങ്ങിക്കണം. ടൈ ആൻഡ് ഷൂസ് ആർ നോട്ട് നെസസറി ഇൻ വാം കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ഇന്ത്യ പോലുള്ള ചൂടുള്ള രാജ്യങ്ങളിൽ ടൈയും ഷൂസും ഒക്കെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും ഷൂസ് നിർബന്ധമാണ്. ഷൂസ് സോക്സും ടൈ ഇല്ല. പിന്നെ ഈ മഴക്കാലത്ത് ഷൂസ് അത്ര കമ്പൽസറി പറയാറില്ല. മഴക്കാലം കഴിയുമ്പോൾ ആദ്യത്തെ 3 മാസം ഷൂസ് സോക്സും വേണ്ട. ബ്ലാക്ക് സാൻഡൽസ് ആണ് കൂടുതലും പറയാറുള്ളത്. ബ്ലാക്ക് ഷൂസിന് പകരം ബ്ലാക്ക് സാൻഡൽസ്, ഫാൻസി ടൈപ്പുകളൊന്നും ഉപയോഗിക്കരുതെന്ന് പറയാറുണ്ട്. ബ്ലാക്ക് സാൻഡൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സംടൈംസ് ഇറ്റ് ഈസ് ബാഡ് ഫോർ ദ സ്റ്റുഡൻസ്. ഈ ചൂടുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് ചിലപ്പോൾ അതൊരു ബാഡ് ഫീലിംഗ് തോന്നും, ഒരു അൺകംഫർട്ട് ആയിട്ട് തോന്നും. വെൻ വി ആർ ഹെൽപ്പിംഗ് ഓൺ ദ യൂണിഫോംസ് വി ഷുഡ് തിങ്ക് അബൌട്ട് ദ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ ചിൽഡ്രൻ. നമ്മൾ യൂണിഫോം എടുക്കുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് അതിന് അനുയോജ്യമായിട്ടുള്ള യൂണിഫോംസ് ആയിരിക്കണം. ഇപ്പൊ സ്കൂളുകളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മളാണെങ്കിലും വാങ്ങിക്കാൻ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനത്തെ രീതിയിലുള്ള, ഇപ്പൊ പോളിസ്റ്റർ ടൈപ്പോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കുട്ടികൾ അത് ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ അവർക്കതൊരു ചൂട് സമയങ്ങളിലൊക്കെ അത് ഭയങ്കരമായിട്ടും അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അത് കുട്ടികളുടെ ഹെൽത്ത് കണ്ടീഷനെ ബാധിക്കാത്ത രീതിയിലുള്ള യൂണിഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. The uniforms of the children, the teacher is only liable to answer if any one of the children is not wearing the uniform in her class. ക്ലാസ്സിൽ കുട്ടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ടീച്ചറിന്റെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം, എൻ്റെ ക്ലാസ്സിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് ക്ലാസ്സിൽ കുട്ടികൾ യൂണിഫോം ഇടാൻ വെച്ചാൽ ഒരു ദിവസമേ ഉള്ളൂ, അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ യൂണിഫോം.
മൺഡേ മാത്രം. അപ്പം യൂണിഫോം ഇടാൻ ഇഷ്ടമില്ലാതെ വരും. കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് ചിലപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഒരു നല്ലൊരു ഡ്രസ്സ് കാണുമ്പം അത് മതി എന്നും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. അപ്പൊ ഞങ്ങൾ പാരന്റ്സിനോട് പറയുന്ന ഒരു കാര്യം, ബാഗിൽ വെക്കുക യൂണിഫോം, ബാഗിൽ വെച്ച് കൊടുത്തു വിടുക. സ്കൂളിൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അത് ഇടിച്ചോളാന്ന് പറയും. കാരണം ബാക്കി കുട്ടികളൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാണുമ്പം, ഇവര് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പം അവർക്ക് വന്നു കഴിയുമ്പം ആ പേരൻസിനോടുള്ള വഴക്ക് നമ്മളോട് കാണിക്കില്ല. അവര് വന്ന് നമ്മളത് ഇടിയിക്കുമ്പോൾ അത് ഇടാന്ന് പറഞ്ഞ ഉടനെ അത് സമ്മതിച്ച് യൂണിഫോം ഇടാറുണ്ട്. എൻ്റെ ഒരു അനുഭവമാണത്. അബൌട്ട് കണ്ടെയ്ൻ കർച്ചീഫ് ആൻഡ് റിബൺസ് ഓൾസോ ഇൻ ദ യൂണിഫോം. യൂണിഫോമിന്റെ കൂടെ എപ്പോഴും റിബൺസും കർച്ചീഫും ഉണ്ടായിരിക്കും. അബൌട്ട് ടേക്കിംഗ് കെയർ ഓഫ് ദ ബിലോങ്സ് ഓഫ് ദ ചിൽഡ്രൻ ലൈക്ക് ടിഫിൻ ബോക്സ്, ചപ്പൽസ്, ബാഗ്, വാട്ടർ ക്യാൻ, പെൻസിൽ ബോക്സ്, ലൈറ്റ് എക്സെട്ര. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അതിലൊക്കെ എല്ലാം പറയുന്നത് നെയിം പേരെഴുതി കൊണ്ടുവരണം. അതായത് ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ് ആണെങ്കിലും ചപ്പൽസിലാണെങ്കിലും ബാഗിൽ. ഇപ്പൊ ബ്ലാക്ക് സാൻഡൽസ് ഒക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ബ്ലാക്ക് സാൻഡിൽ ആയിരിക്കും. അപ്പം എല്ലാവരുടെയും കുഞ്ഞു കാലുകളായതുകൊണ്ട് ഏകദേശം സെയിം സൈസും ആയിരിക്കും. അപ്പം നമ്മൾ അതിൽ പേരെഴുതി കൊടുത്തു വിടുവാണെങ്കിൽ അത് മാറിപ്പോകാതെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടിഫിൻ ബോക്സ് ആണെങ്കിലും ബാഗ്സിലാണെങ്കിലും വാട്ടർ ബോട്ടിലിലും പെൻസിൽ ബോക്സിലും ഒക്കെ നമ്മൾ കുട്ടികളുടെ നെയിമിങ് എഴുതുന്നത് ഒരു നല്ല കാര്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അബൌട്ട് ദ ബാഡ്ജസ്, ടൈ, ബെൽറ്റ് ആൻഡ് ദ ന്യൂ മെത്തേഡ് ഓഫ് പിന്നിങ് ദ ഐഡന്റിഫൈ കാർഡ്. ബാഡ്ജസും ടൈയും ഒക്കെ നമ്മുടെ കാർഡ് ഐഡന്റിഫൈ ചെയ്യുന്ന അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് മാം? അതൊരു പുതിയ രീതിയാണ് എന്നാണ് പറയുന്നത്. അബൌട്ട് ദ ഡ്രോബാക്ക് ഓഫ് ഷൂസിന്റെ ഡ്രോബാക്ക്. അബൌട്ട് ദ ലേറ്റ് കമേഴ്സ്, ദർ ആർ 2 types ഓഫ് ലേറ്റ് കമേഴ്സ്. 2 ടൈപ്പിലുള്ള ലേറ്റ് കമേഴ്സ് ആണ്. റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ലേറ്റ് ആയിട്ട് വരുന്നവരും ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ലേറ്റ് ആയിട്ട് വരുന്നവരും. അബൌട്ട് ടിയറിംഗ് അപ്പ് ഓഫ് ബുക്സ് ആൻഡ് നോട്ട് ബുക്സ്. ബുക്കിന്റെയും നോട്ട് ബുക്കിന്റെയും ഒക്കെ ടിയറിംഗ് നമ്മുടെ ആ കവർ ചെയ്യുന്ന അതല്ലേ ഉദ്ദേശിക്കുന്നത്? കീറിനെ കുറിച്ച്. അബൌട്ട് മിസ്സിംഗ് ആൻഡ് ലൂസിംഗ് പേപ്പർ, പെൻസിൽസ് ആൻഡ് slate pencils. Many of the parents are angry when the children often ask their parents to buy the pencil. Sometimes they put the responsibilities on the teachers and blame them. കുട്ടികള് കൂടുതലും പേപ്പേഴ്സ് അല്ലെങ്കിൽ പെൻസിൽസ് ഒക്കെ മിസ് ചെയ്യുന്നത് പേരൻസ് എപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഒരു കംപ്ലൈൻസ് പറയാറുണ്ട് ടീച്ചേഴ്സിന് കൂടുതലും. ഇപ്പം മോന്റെ സ്കൂളിലെന്ന് പറഞ്ഞാല് നമ്മൾ പെൻസിൽ കൊടുത്തുവിടണ്ട. LKG ആള് പഠിക്കുന്നത്. നമ്മൾ പെൻസിലും ഇറൈസറും ഒന്നും കൊടുത്തു വിടണ്ട. അതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യും. കാരണം വേറൊന്നും അല്ല, ഒന്ന് കുട്ടികൾ ഇത് മിസ്സാക്കും, 2 ഈ പെൻസിൽ ബോക്സ് അത് പല ടൈപ്പിലുള്ള ബോക്സസ് ആയിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. അപ്പം ഇതിന്റെ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഇവർ കുഞ്ഞു പിള്ളേരല്ലേ, അവരതിന്റെ ഭംഗി നോക്കിയിരിക്കും. അപ്പൊ ആദ്യം തുടങ്ങിയ നമ്മളോട് പറയാറുണ്ട് ഈ സംഭവങ്ങളൊന്നും കൊടുത്തു വിടണ്ട. വീട്ടിൽ വരുമ്പോൾ ഹോംവർക്ക് ചെയ്യാനായിട്ട് ഇത് കരുതുക. പിന്നെ എപ്പോഴും ഇറൈസർ ഉപയോഗിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരും. പിന്നെ കട്ടർ ഉണ്ടെങ്കിൽ എപ്പോഴും പെൻസിൽ വെട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ കൊണ്ട് അവര് ശരിക്കും അവിടുന്ന് തന്നെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഹോംവർക്ക് ചെയ്യാൻ അത് യൂസ് ചെയ്യിച്ചാൽ മതി. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അബൌട്ട് ഗെറ്റിംഗ് ദ ലീവ് ലെറ്റർ ഫ്രം ദ ചിൽഡ്രൻ. ലീവ് ലെറ്റർ എപ്പോഴും വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ദിവസം ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നിൽ ഇൻഫോം ചെയ്യുക നേരത്തെ സ്കൂൾ അതോറിറ്റിയെ, അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്താണ് ഒരു കാരണം എന്നുള്ളത് നമ്മൾ ശരിക്കും ഇതാണ് കാരണം എന്നുള്ളത് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ലീവ് ലെറ്റർ ആയിട്ട് ചെയ്യണം. സ്കൂളുകളില് എന്തോ ഇപ്പോഴേ ലീവ് ലെറ്റർ കൊടുക്കണമെന്ന് സ്കൂളുകളില് ഇൻഫോം ചെയ്താൽ മതി. ഇൻഫോം ചെയ്താൽ മതി. ഇപ്പം എന്റെ മോള് 10th പഠിക്കുന്നത്, രാജഗിരിയിലാണ്. അവർക്ക് ഡയറി ഉണ്ട്. അപ്പൊ നമ്മൾ ഡയറിയിൽ നമുക്ക് എഴുതിവിടാം അതിന്റെ എന്താണ് റീസൺ എന്നുള്ളതും വേണം, ഏത് ദിവസമാണ് എത്ര ദിവസം അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാം. ഇത് രണ്ടും പറ്റും. പണ്ട് കാലഘട്ടത്താണ് നമ്മള് ലീവ് ലെറ്റർ ഒക്കെ എഴുതി കൊടുക്കുന്നത്. അതെ അതെ. നെക്സ്റ്റ് ആരെങ്കിലും വേറൊരാൾ കൂടി? ഞാൻ പറയാം മാം. To bring the uniforms are used. പിനോഫോംസ്, പെൺകുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന യൂണിഫോംസ് നമ്മൾ പിനോഫോമും ഷർട്ടും അങ്ങനത്തെ ഉള്ളതാണ്. സ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിലിടുന്ന ഷർട്ട്സും പിനോഫോംസും. പിന്നെ ബോയ്സിന് ഹാഫ് പാൻറ്റും ഷർട്ടാണ് യൂസ് ചെയ്യുന്നത്.
കർച്ചീഫ്സ് ആൻഡ് റിബൺസ് ആൾസോ ഗിവൻ വിത്ത് യൂണിഫോം. കർച്ചീഫ്സും റിബൺസും ആ യൂണിഫോമിന്റെ കൂടെ തന്നെ നമ്മൾ അവൈലബിൾ ആണ്. സ്കൂളിൽ നിന്നാണെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിലും യൂണിഫോമിന്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ടൈസ് ആൻഡ് ഷൂസ് ആർ നോട്ട് നെസസറി ഇൻ ദ ഹോം കൺട്രീസ് ലൈക്ക് ഇന്ത്യ. ടൈസും ഷൂസും നമ്മളുടെ ഇപ്പോൾ മഴ കൂടുതലുള്ളത് അല്ലെങ്കിൽ വേനൽക്കാലങ്ങൾ കൂടുതലുള്ള ഇവിടെ യൂസ് ചെയ്യാൻ നിർബന്ധമില്ല. പക്ഷെ എന്റെ മോന്റെ സ്കൂളിൽ രണ്ടും ഇല്ല, ഷൂ ഇല്ല ടൈയും ഇല്ല. ഇനി ക്രിസ്മസ് വരുന്നവരെയും അവർക്ക് സാൻഡിൽസ് ആണ്. അതിനുശേഷം കുറച്ച് ആ 2 months മാത്രം ഷൂ യൂസ് ചെയ്താൽ മതി. അങ്ങനെയാണ് അവരുടെ സ്കൂളിൽ. സംടൈം ഇറ്റ്സ് ബാഡ് ഫോർ ദ സ്റ്റുഡൻസ്. ഷൂ ഇട്ടിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് റെയിനി സീസൺസിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെ കാലൊക്കെ അങ്ങനെ കുതിർന്ന് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ, ഞാൻ തമിഴ്നാടാണ് പഠിച്ചത്, അവിടെ ഷൂസ് മസ്റ്റ് ആണ്. കറക്റ്റ് സ്കൂള് വിടുന്ന സമയത്തായിരിക്കും മഴ പെയ്യുക. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കാലൊക്കെ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് കുതിർന്നിട്ടുണ്ടാവും. നമ്മളെ ഷോക്സും ഷൂസും ഒക്കെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ടാവും. ബാഡ് സ്മെല്ല് വരും. പക്ഷെ അവിടെ നിർബന്ധമാണ്, ഷൂവും സോക്സും നിർബന്ധമാണ്. അപ്പോ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോഴൊക്കെ കുറച്ചും കൂടി ഇതായപ്പോ ഇല്ലേ, പക്ഷെ അപ്പൊ നിർബന്ധമായിരുന്നു. When we are helping on the uniforms, we should make നമ്മൾ കുട്ടികൾക്ക് യൂണിഫോംസ് വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മെറ്റീരിയൽസ്, അത് സ്കൂളിലാണെങ്കിൽ അവർ തരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽസ് തന്നെയാണ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാറ്. അതേപോലെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിലും ഇപ്പൊ എല്ലാ സ്കൂളിലും സ്കൂൾ അതോറിറ്റീസ് തന്നെയാണ് തരുന്നത് നമുക്ക് യൂണിഫോംസ്. മെറ്റീരിയൽ സ്റ്റിച്ചഡ്, അളവെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് തരികയാണ്. എന്റെ കുട്ടിക്കൊക്കെ അങ്ങനെയായിരുന്നു. സ്കൂളിൽ യൂണിഫോംസ് ഒക്കെ അവർ അളവെടുക്കും. ഒരു ദിവസം പോയിട്ട് നമ്മൾ മെഷർമെന്റ് കൊടുത്തു. ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മാക്സിമം ഗവൺമെന്റ് സ്കൂൾസിലായിരിക്കും നമ്മൾ പുറത്തുനിന്ന് മേടിക്കാൻ പറയാ. അപ്പൊ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസ് കോട്ടന്റെ ആയിരിക്കണം. എന്താ വെച്ചാൽ അവർക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുമ്പോൾ അതിൻ്റെതായ കംഫർട്ട്നെസ് അവർക്ക് വേണം. അല്ലെങ്കിൽ അവർക്ക് അതന്നെ ഒരു ഡിസ്കംഫർട്ടായി കോൺസെൻട്രേഷൻ വേറെയിലേക്ക് മാറിപ്പോവും. അതുകൊണ്ടാണ് യൂണിഫോം ഇത്രത്തോളം അവർ പറയുന്നത്. സ്കൂളിലൊക്കെ യൂണിഫോം എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് ആണല്ലേ, ഷോക്സ് അതുപോലെ അതെ മാം, സത്യമാണ്. നമുക്ക് പുറത്ത് വാങ്ങിച്ച അത്രയും റേറ്റ് ആവില്ല. The uniform of the children, the teachers is only liable to answer if ആ ക്ലാസ്സിൽ ഒരു കുട്ടി യൂണിഫോം ഇടാണ്ട് വന്ന ആ ക്ലാസ് ടീച്ചറിനാണ് അത് മുഴുവൻ ഉത്തരവാദിത്തം. അവരൊരു പാരന്റ്സിനോട് ഇൻഫോം ചെയ്യും. പക്ഷെ പാരന്റ്സ് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിലെ പ്രിൻസിപ്പളോ അല്ലെ ഹെഡ് മാസ്റ്റേഴ്സോ അവരിനെയാണ് ചോദിക്കുക എന്തുകൊണ്ട് എത്ര പേര് ഇടാണ്ട് വന്ന് എന്നുള്ളത് അവരോട് ചോദിക്കുമ്പോഴാണ് അവർ പാരന്റ്സിനോട് നമ്മൾ പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് യൂണിഫോംസ് ഇട്ടിട്ട് അയക്കണം എന്നിട്ട് ഇൻഫോം ചെയ്യേണ്ടത്. എബൌട്ട് കണ്ടെന്റ് കർച്ചീഫ്സ് റിബൺസ് ആൾസോ ഇൻ ദി യൂണിഫോം. കർച്ചീഫ്സ് നമ്മൾ റെഗുലർ ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തയക്കണം. അതേപോലെ പെൺകുട്ടികൾക്കാണ് മാക്സിമം ആ റിബൺ എല്ലാം തല ഈ കെട്ടാൻ യൂസ് ചെയ്യണം. അതല്ലല്ലേ ഉദ്ദേശിക്കുന്നത് ഇവിടെ. മസ്റ്റായിട്ട് ഇവിടെ എത്ര സ്കൂൾസിൽ അത് മസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഞാനിവിടെ അങ്ങനെ എന്റെ ഈ സറൗണ്ടിങ്ങിൽ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ തമിഴ്നാട് വന്നിട്ട് എത്ര ഇതാണെങ്കിലും സ്കൂളിൽ തല മടക്കി കെട്ടിയിട്ട് വേണം പോവാൻ. അങ്ങനെ പോവാണ്ടിരുന്ന അതിനായിരിക്കും ഫൈൻ. ഞങ്ങൾക്കൊക്കെ ദിവസം അങ്ങനെയാണ്. ലൂസാറ് വിടാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. +2 വലിയ കുട്ടികൾക്കും ചെറുതാണെങ്കിലും ലൂസാറ് വിട്ടിട്ട് പോയി അന്ന് ഫൈനും PT മിസ്സിന്റെ കയ്യിൽ നിന്നുള്ളത് എല്ലാം കേൾക്കുകയും ചെയ്യാം. കെട്ടി അങ്ങനെ തന്നെ പോണം. അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ് ടീച്ചറിനെക്കാളും കൂടുതൽ ചീത്ത പറയുന്നത് PT മിസ് ടീച്ചറായിരിക്കും. About take caring of the belonging of the children like tiffin box, chappals, bags, water can, pencil box, slate. പ്രത്യക്ഷ പറഞ്ഞ പോലെ ഇതിലെല്ലാത്തിലും നെയിംസ് നമ്മൾ നോട്ട് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തയക്കാറുള്ളത്. പിന്നെ അതേപോലെ ടിഫിൻ ബോക്സ് ആയിക്കോട്ടെ, ബാഗ്, ഇതെല്ലാം ക്ലീൻ ആയിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ഇതിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തില്ല, പക്ഷെ ഞാനിത് പറഞ്ഞതാണ്. അതിൽ എത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റണോ അത്രയും ആ കുട്ടികൾക്ക് അതും ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്കും കൂടിയിട്ട് നല്ലതാണ്. അത് നമ്മുടെ കുട്ടികൾ ഷെയർ ചെയ്ത് കഴിക്കാനാവുന്ന സമയത്ത് ഇനിയൊരു കുട്ടികൾക്ക് നമ്മുടെ നിന്ന് ഒന്ന് സ്പ്രെഡ് ആവാൻ വേഗമാവും. അപ്പൊ നമ്മൾ അതും കൂടി ക്ലീൻ ചെയ്യുമ്പോ അതില് നമ്മള് ഭക്ഷണ സാധനങ്ങളൊന്നും പറ്റിയിരിക്കരുത്. വാട്ടർ ബോട്ടിൽസ് ഒക്കെ നമ്മൾ ഉള്ളില്, അത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് ഇപ്പൊ മാക്സിമം എല്ലാ സ്കൂളിലും അവോയ്ഡ് ചെയ്യാനുണ്ട്. സ്റ്റീൽ ബോട്ടിൽസ് ആണ് മസ്റ്റ് എന്നാ പറയുന്നത്. About the badges, ID, belt and the new method of pinning the ID cards.
ഇപ്പൊ ID കാർഡ്സ് മാക്സിമം പിൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇപ്പൊ മറ്റേ ഹാങ് ഇങ്ങനെ തൂക്കിയിടുന്ന ടൈപ്പ് ആയതുകൊണ്ട് പിൻ ചെയ്യേണ്ടി വരുന്നില്ല. എന്റെ മോനൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ കുട്ടികൾ എവിടെയെങ്കിലും അയച്ചെറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാ പോയില്ലേ കളിക്കണ്. ഞാൻ മിസ്സിനോട് തന്നെ ചോദിച്ചു, മാം ഇത് കുട്ടികൾ ഇങ്ങനെ തട്ടി കളിക്കുക അല്ലെങ്കിൽ എടുത്ത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പോയില്ല. മാം പറഞ്ഞു, ഇല്ല ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ നോക്കട്ടെ, വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാ പറഞ്ഞവര്. ബെൽറ്റും ചില സ്കൂളിൽ 2 ടൈപ്പ് ഓഫ് ബെൽറ്റ്സ് ഉണ്ട്. വെനസ്ഡേ പോണ സമയത്ത് ഒരു ബെൽറ്റും പിന്നെ വേറെ റെഗുലർ ഡേയ്സിന് ഒരു ബെൽറ്റും അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. യൂണിഫോംസിനൊപ്പം ഇത് പ്രോപ്പറായിട്ട് ദിവസം ഇടണം എന്നുള്ളത് കുട്ടികളെയും പഠിപ്പിക്കണം. ഒരു ജസ്റ്റ് നമ്മളെ ഓർമ്മയില്ലെങ്കിലും അമ്മ ഇത് ചെയ്തു തരും എന്ന് അവരെ പഠിപ്പിക്കാനുള്ളത് നമ്മൾ റെഗുലറായിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ സ്കൂളിൽ ആ കുട്ടികൾ അൺയൂണിഫോം ആയിട്ട് പോയി നിൽക്കില്ല. എബൌട്ട് ദ ഡ്രോബാക്ക് ഓഫ് ഷൂസ്. ഷൂസിന് ഉള്ള ഡ്രോബാക്സ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെയാണ്. ഷൂസ് നമ്മൾ എല്ലാപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് യൂസ് ചെയ്യാം. എബൌട്ട് ലേറ്റ് കോമേഴ്സ്, ദർ ആർ 2 ടൈപ്സ് ഓഫ് ലേറ്റ് കോമേഴ്സ്. റെഗുലർ ആയിട്ട് ലേറ്റ് ആയി വരുന്ന കുട്ടികളും ഉണ്ട്. എന്തെങ്കിലും സിറ്റുവേഷൻ ബേസിൽ, ഒക്കേഷണൽ സിറ്റുവേഷൻ ബേസിൽ ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളുടെ അടുത്ത്, റെഗുലറായി വരുന്ന കുട്ടികളുടെ അടുത്ത് ടീച്ചേഴ്സ് അത് അവോയ്ഡ് ചെയ്യാൻ പറയും. പക്ഷെ മാക്സിമം അവർക്കൊണ്ട് പറ്റില്ലായിരിക്കും. ഒക്കേഷണൽ ആയിട്ട് വരുന്നവര് ഓൾറെഡി ഇൻഫോം ചെയ്യണം ടീച്ചേഴ്സിനോട്, മാം ഇന്ന് ഞാൻ വരാൻ ലേറ്റ് ആവും, അല്ലെങ്കിൽ ആ പാരന്റ്സ് ആണെങ്കിലും ഇന്ന് കുട്ടികൾ വരാൻ ഇത്തിരി ലേറ്റ് ആവും എന്നുള്ളത് മുൻകൂട്ടി നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. എബൌട്ട് ടിയറിങ് ദ ബുക്സ് ആൻഡ് നോട്ട് ബുക്സ്. കുട്ടികളുടെ നോട്ട് ബുക്സും കീറിക്കാണ്ട് നോക്കേണ്ടത് മാക്സിമം പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. KG കുട്ടികൾക്ക് അത് കീറിക്കാൻ പറ്റുമോ ഇല്ലയോ, ബുക്സ് ആണെന്നുള്ള മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇനി അവർക്ക് അറിയില്ല. പക്ഷെ അത് നീറ്റായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഒക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് അതിന്റെ എഴുതാൻ പറഞ്ഞാൽ എഴുതും, അതെടുത്ത് എവിടെയെങ്കിലും അവർ ത്രോ ചെയ്തിട്ട് പോകുമ്പോൾ നമ്മളത് എടുത്ത് വെച്ച് പ്രോപ്പർ ആക്കാം. സെക്കൻഡ് ബേബി ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ബേബിന്റെ കയ്യിൽ അത് കിട്ടാണ്ടും ഇരിക്കണം. എന്താ മാം? പിന്നെ സെക്കൻഡ് ബേബിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ ആ ബുക്ക് പിന്നെ കാണൂലാന്നേ, കീറി പറിച്ച് ഇതാക്കും. ശ്രുതി വയ്യേ? ചുമയും 2 days ആയിട്ട് ഹെവി ഫീവർ ആയിട്ട് 2 days ആയിട്ട് കിടക്കണം. About missing and losing paper, pencils and slate pencils. Many of the parents are angry when the children ask their parents to buy the pencil. ഈ പെൻസിലും പേപ്പേഴ്സും സ്ലേറ്റ് പെൻസിലൊക്കെ കുട്ടികൾ മിസ് ചെയ്തിട്ട് വരുന്നതിന് ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യും. നമ്മൾ പറയും ഇന്നത് ഇവർക്കൊന്ന് നോക്കിക്കൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും, നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവരോട് ബ്ലെയിം ചെയ്യാം. പക്ഷെ അതിന്റെ ഇത് കുട്ടികളെ കളയുന്നതിന് അവരൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയും നമ്മൾ നോക്കും, ഒരു കുട്ടിയല്ല ഒരു ക്ലാസ്സിലുള്ളത്. ഞാൻ എന്റെ മോനോട് ആരെങ്കിലും എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പറയുന്നത് അത് കളഞ്ഞിട്ട് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നോക്കാൻ നമ്മുടെ കുട്ടി മാത്രമല്ല ഒരു ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിന്. അതുകൊണ്ട് നമ്മളെ ശ്രദ്ധിക്കുക, പറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുത്തു വിടാം. നമുക്ക് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾ കളയുന്നതിന് അവർ ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല. ചില സമയത്ത് വേറെ കുട്ടിന്റെ പെൻസിലും സ്ലേറ്റ് പെൻസിലൊക്കെ കൊണ്ടുവരും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് അത് ഇൻഫോം ചെയ്യാം. അതാണ് എനിക്ക് ഈ പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. എബൌട്ട് ഗെറ്റിംഗ് ദി ലീവ് ലെറ്റേഴ്സ് ഫ്രം ദ ചിൽഡ്രൻസ്. ലീവ് ലെറ്റേഴ്സ് ഇപ്പോഴാണ് നമ്മൾ ഹാൻഡ് ബുക്കിലും ഡയറിയിലൊക്കെ എഴുതി കൊടുത്തു വിടുന്നത്. കുറച്ചു കാലം മുന്നേ ലീവ് ലെറ്റേഴ്സ് നമ്മൾ ലെറ്റർ എഴുതും, ഐ ആം സഫറിങ് ഫ്രം ഫീവർ, സോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ലെറ്റർ എഴുതിയിട്ടാണ് കുട്ടികള് കുറച്ച് വലിയ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവരിക. പിന്നെ കുറച്ച് കാലം ലീവ് ഫോമായി എല്ലാം ഫില്ല് ചെയ്തിട്ട് അവിടെ നമ്മുടെ നെയിമും ക്ലാസ്സും ഫില്ല് ചെയ്തിട്ട് വരുന്ന ഒരു ഇതുണ്ടായിരുന്നു എന്റെ കോളേജിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ അത് കറക്റ്റായിട്ട് ടീച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഒരു ദിവസം ആ കുട്ടി ലീവ് എടുത്താലും ആ ലീവ് ഫോം കളക്ട് ചെയ്ത് വെച്ചിട്ട് ആ കുട്ടി ലീവ് എടുക്കുന്നതൊക്കെ അവരെ നീറ്റായി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് മാം പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പറയാം. അതോടുകൂടി സബ്ജക്ട് കംപ്ലീറ്റ് ആണ്. Japanese type of special classes. To bring out the individual talent, we need in a days is shared to a students of the classes. Likewise, this changes is given to every student. He or she is declared as
hero, heroine of the day. ഇവിടെ ഈ ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് ആ ഹെഡിങ് വായിച്ചപ്പോ എന്ത് മനസ്സിലായോ? എന്തെങ്കിലും കണക്ഷൻ കിട്ടിയോ? സ്പെഷ്യൽ ക്ലാസ്സുകൾ ഹീറോയിനെയും അവിടെ ക്ലാസ്സിൽ ആക്കി ചെയ്യുന്ന കാര്യമില്ലേ? ഒരാളെ ഹീറോയെ ആക്കുക, ഒരാളെ ഹീറോയിൻ ആക്കുക, അങ്ങനെയുള്ള സ്പെഷ്യൽ. അല്ല, മാം ഈ സ്പെഷ്യൽ കിഡ്സ് ആണോ ഈ സ്പെഷ്യൽ കിഡ്സ്, സ്പെഷ്യൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഓരോ അവർക്കുള്ള പ്രോഗ്രാമും നടത്തിയിട്ട് അതിൽ ഒരു ഹീറോയിനും ഒരു ഹീറോയും അങ്ങനെയാണോ? അല്ല, അതല്ല യാസിന്റെ. ഓക്കെ, ജസ്റ്റ് മിസ് ഒന്ന് കുറച്ച് നോട്ട് തരാം. ഒരു പാരഗ്രാഫ് ആണ്, മിസ് അത് പറയാം, നിങ്ങളൊന്ന് എഴുതിയെടുക്കാം കേട്ടോ, എന്നിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത്. ഓക്കെ, റെഡി ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അതിന്റെ അടിയിലൊന്ന് എഴുതിയെടുത്താൽ മതി. ഇൻ ജപ്പാൻ special classes for students with disabilities are typically referred to as special need classes. Special need N-E-E-D-S needs classes or special support classes within regular schools. These classes are part of the broader special support education system. There are also special education schools and resources room used for students with more intensive needs. ഒന്നുകൂടി വായിക്കാം, ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി വായിക്കാം സെന്റൻസ്. In Japan, special classes for students with disabilities are typically referred to as special need classes or special support classes within regular schools. These classes are part of the broader special support education system. There are also special education schools
and resources room used for students with more intensive needs. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ജപ്പാനില് വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്ലാസ് മുറികളെ സാധാരണയായിട്ട് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ നീഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്പോർട്ട് ക്ലാസ്സസ്. ഇതാണ് അവിടെ പറയുന്നത്. ഒരു ഡിസബിലിറ്റീസ്, വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. ഓക്കെ, ജപ്പാനില്. അപ്പോ അതിനെ പറയുന്ന പേരാണ് സ്പെഷ്യൽ നീഡ് ക്ലാസ് എന്നും അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്പോർട്ട് ക്ലാസ് എന്നും വിളിക്കുന്നത്. ഈ ക്ലാസ്സുകളില് വിശാലമായൊരു പ്രത്യേക പിന്തുണാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാണ് അല്ലെ ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഒരു സപ്പോർട്ടഡ് ആണ് അല്ലെ. അവർക്ക് നമ്മള് നോർമൽ ആയിട്ടുള്ള കുട്ടികളെക്കാട്ടിലും കൂടുതൽ അല്ലെ, നമുക്കറിയാം വൈകല്യമുള്ള കുട്ടികള് നമ്മൾ കണ്ടവരാണ് അല്ലെ. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ്, നോർമൽ കുട്ടികളെ അപേക്ഷിച്ച് അവര് ഡിഫറൻസ് ആണ്. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം നമ്മള്? സപ്പോർട്ട് അല്ലെ. കൂടുതൽ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടുകൾ ആർക്ക് കൊടുക്കണം? ഡിസബിൾ അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻസിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ കൂടുതൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ആയിട്ട് പ്രത്യേക വിദ്യാഭ്യാസ റൂമുകള്, അതുപോലെ പല റിസോഴ്സസ് റൂമുകളും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പല റിസോഴ്സസുകളും പ്രത്യേക നീഡ്സ് ഉള്ള സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്താണ് ക്ലാസ് മുറികൾ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള, സപ്പോർട്ട് ആയിട്ടുള്ള, കൂടുതൽ കെയറിങ് കൊടുക്കേണ്ടതായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും കാര്യങ്ങളാണ് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്സസിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂണിറ്റ് 6 കംപ്ലീറ്റ് ആയി. ഞാൻ ഇന്നപ്പോ മോക്ക് ടെസ്റ്റ് തരാം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മള് സെമിനാർസ് നമ്മൾ എടുത്തല്ലോ. അപ്പോ നമ്മുടെ ക്ലാസ്സില്, ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്ന ചില ആളുകള് സെമിനാർസുകൾ എടുത്തിട്ടില്ല. ഓക്കെ, വൈവിയില് ഇപ്പോ നമുക്ക് സെമിനാർ റിപ്പോർട്ടൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല, സെമിനാർ അവർ എടുത്തിട്ടില്ലാത്ത കാരണം. ഓക്കെ, അപ്പോ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾ സെമിനാർ എടുക്കോ? ഈ ചാപ്റ്റർ കൂടി നമുക്ക് എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ പറയുകയാണെങ്കിൽ മിസ് ഒന്ന് ഡിവൈഡ് ചെയ്ത് തരാം. അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വില്ലിംഗ് ആണോ? ഞങ്ങൾക്ക് എടുക്കാം മാം. എന്താണ് ചാപ്റ്റർ ഏതാ മാം? ചാപ്റ്റർ സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, പ്രതീക്ഷ ഓക്കെ ആണല്ലേ? കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. ഞാൻ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ചോദിച്ചതാണ്. നിങ്ങൾ എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് തയ്യാറായിട്ട് വരിക കേട്ടോ. ഏത് ക്ലാസ്സിൽ കയറും, എപ്പോ കയറും അറിയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് തൊട്ട് പ്രിപ്പയർ ചെയ്യാം. സൂപ്പർവൈസിംഗ് 9th യൂണിറ്റ് ആണ്, സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇനി ഒരു കാര്യം ചോദിക്കാം, ആരൊക്കെയാണ് നമ്മുടെ സെമിനാർ എടുക്കാത്തവര്? നിത്യയുണ്ട്, പ്രതീക്ഷയുണ്ട്, പിന്നെ ആരൊക്കെയാണ്? ശ്രുതി എടുത്തായിരുന്നില്ലേ? എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ? എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ട്. പിന്നെ ആരാ? പ്രതീക്ഷയും നിത്യയും മാത്രമേ ഉള്ളൂ? സാജിക. ഓക്കെ, 3 പേര്. മിസ് അതിലെ ആ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ എന്നൊക്കെ പറഞ്ഞ അതിലെ പ്രിന്റിങ് ഇവിടെ കാണുന്നില്ല കേട്ടോ. 4ാമത്തെ ഇപ്പൊ പേജ് മറിച്ചപ്പോഴാണ് കണ്ടത്. 4ാമത്തെ ഒരു കാണുന്നില്ല മാം. 4th to 5th പ്രിന്റിങ് കാണുന്നില്ല. അടിയില് പ്രിന്റ് ചെയ്തതിന്റെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ എടുത്തു തരാം. അതെല്ലാം ഇതൊക്കെ കംപ്ലീറ്റ് അല്ലേ? ഇതതെ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ കിടക്കുന്നുണ്ടോ അവിടെ? ഭാഗം വരെയുള്ളൂ. കോൺട്രിബ്യൂട്ട് വരെയുള്ളൂ മാം. ഓക്കെ, ബാക്കി ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. ആ പോയിന്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. 5 മാർക്ക് എഴുതിയെടുത്തോളൂ. 6th പോയിന്റിന്റെ 5th പോയിന്റ് മാത്രം ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ട് മാം. താഴത്തെ പ്രിന്റ് ആയതുകൊണ്ട് ഒന്ന് എഴുതിയെടുക്കാം. അപ്പൊ പ്രിന്റിങ് വന്നപ്പോ ആയതായിരിക്കും കേട്ടോ. മിസ്റ്റേക്ക് ആയി. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ.
ഇതെടുത്തോ? സ്ക്രീൻ വലുതാക്കണോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാം. ഓക്കെ, എഴുതിയെടുത്തില്ലേ? ഇനി നോക്കിയേ, നെക്സ്റ്റ് പോയിന്റ് ഒക്കെ തൊട്ട് കംപ്ലീറ്റ് അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും ഭാഗങ്ങള് ഓക്കെ ആണോ? അപ്പൊ 3 പേരാണല്ലേ നമ്മുടെ ക്ലാസ്സിൽ സെമിനാർസ് എടുക്കാത്തവർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ സൂപ്പർവൈസിങ് അതുപോലെ ടെക്നിക്സ് ആരെടുക്കും? ഞാൻ എടുക്കാം മാം. നിത്യ ഫസ്റ്റ് പോർഷൻ ആണ് കേട്ടോ, നിത്യ. ഇനി സെക്കൻഡ് പ്രിൻസിപ്പൽസ്, റിപ്പോർട്ടിംഗ്. അത് ഞാൻ എടുക്കാം. പ്രിൻസിപ്പൽസ് ഓഫ് സൂപ്പർവിഷൻ, അതുപോലെ സൂപ്പർവൈസറി ഫങ്ഷൻ, അത് രണ്ടാമത്തെ ആളാണ് പ്രതീക്ഷ. എടുത്തോളാം. നെക്സ്റ്റ് അടിയിലത്തെ പ്രിൻസിപ്പൽസ് ആൻഡ് റിപ്പോർട്ടിംഗ്, അത് സാധ്യത. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ മുൻപ് സെമിനാർ എടുത്തത്? എൻവയോൺമെന്റ് എഴുതി വെച്ചിട്ടില്ലേ? മിസ്സേ അതിന്റെ കഴിഞ്ഞ ഇതിനകത്ത് എനിക്കന്ന് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, ഞാനന്ന് ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ എടുക്കാനുള്ളത് മാത്രമാണ് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ അത് മതിയോ? അത് മതി. നമ്മൾ ഏതാ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മാത്രം. ഇപ്പോൾ ലാൻഡ് പൊല്യൂഷൻ ആയിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്. അപ്പൊ അതിന്റെ റിപ്പോർട്ട് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എയർപോർട്ട് ഷീറ്റിലോ അല്ലെങ്കിൽ ബുക്കിലോ എഴുതിയാലും മതി. എയർപോർട്ട് ഷീറ്റ് എഴുതിയിട്ട് ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് യോജിച്ചത് ഏതാണോ, ബുക്കാണോ അല്ലെങ്കിൽ എയർപോർട്ട് ഷീറ്റ് ആണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റി ബുക്കിൽ എഴുതിയ കുഴപ്പമുണ്ടോ മാം? എഴുതിയാലും മതിയാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ എയർപോർട്ട് ഷീറ്റിൽ എഴുതാം കേട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. പറഞ്ഞിട്ട് എഴുതിയാൽ ഫിറ്റിംഗ് കൊടുക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ, അങ്ങനെ എഴുതാം കേട്ടോ റിപ്പോർട്ട്. അപ്പോ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നിങ്ങളുടെ സെമിനാർ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ, നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും എടുക്കാനില്ലല്ലോ? പാർട്ട് 4 എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? 5 തൊട്ട് ബാക്കി എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് അല്ലേ? 5 തൊട്ട്. മിസ്സേ ഒരു കാര്യം ചോദിക്കട്ടെ, മാൻ ആൻഡ് എൻവയോൺമെന്റ് എന്ന ചാപ്റ്റർ ഇല്ലേ, അതിവിടെ സെമിനാർ ഒക്കെ ആണല്ലോ എടുത്തേ. അപ്പൊ അതിൽ ഈ ലാസ്റ്റത്തെ പോർഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണോ? ഞാനാണെങ്കിൽ അന്ന് ഇല്ലായിരുന്നു. ഈ കുറെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡേറ്റും അത് ഇയേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിച്ചാൽ എഴുതേണ്ടി വരും. ഇയേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. മാം ഒരു സംശയം ചോദിച്ചിട്ട്, അപ്പൊ ഈ സെമിനാർ എടുക്കാത്തവര്, അപ്പൊ ഇതിന്റെ ഈ ഇവര് മാൻ ആൻഡ് എൻവയോൺമെന്റ് ഇപ്പൊ ഇവര് കുറച്ചുപേര് സെമിനാർസ് എടുത്തിരിക്കുവാണല്ലോ, അപ്പൊ അവരുടെയിലൊക്കെ അതിന്റെ റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് വായിച്ചിട്ട് ചെയ്താൽ മതിയോ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രതീക്ഷ, അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇട്ട് കൊടുക്കാനായിട്ട്. ജസ്റ്റ് ഇനി അവരിപ്പോ ചിലപ്പോ നിന്നൊക്കെ ആയിരിക്കാം ഇൻഫർമേഷൻസ് എടുത്തിട്ടുണ്ടാവുന്നത്. ഇതും പറയും ഓൾറെഡി അവര് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാനായിട്ട്. കിട്ടിയില്ലെങ്കിൽ ഉണ്ടോ? ശരി ശരി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഒന്ന് ചോദിച്ചാൽ മതി അവരോട്. ഓക്കെ ചോദിച്ചാൽ ആരൊക്കെ എടുത്തവരിടും. ഓക്കെ. മിസ്, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പം കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഒരു പൊല്യൂഷന്റെ എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ കണ്ടുപിടിച്ചാൽ നമുക്ക് ശരിക്കും എക്സാമിനൊക്കെ വരുമോ? അങ്ങനെ വരില്ല, എന്നാലും ടെക്സ്റ്റ് ബുക്ക് എന്തായാലും പഠിക്കണം കേട്ടോ. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇതിന്റെ. ബാക്കി നിങ്ങൾക്ക് അറിയാലോ, റേഡിയേഷൻ പൊല്യൂഷൻ എന്താണ്, സൗണ്ട് പൊല്യൂഷൻ എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്നതാണ്. ഓക്കെ, അമ്പിളി ഉണ്ടോ? ഒരു പാട്ട് പഠിപ്പിച്ചാലോ? അമ്പിളി ഇല്ല മാം. ഇല്ലല്ലേ?
പറ്റിയാവോ വിളിക്കുക? അമ്പിളിക്ക് അമ്പിളി മെസ്സേജ് പറഞ്ഞത് അമ്പിളിക്ക് കുറച്ച് ദിവസത്തേക്ക് അവരുടെ അവിടുത്തെ സ്കൂളില് ഇന്നലെയാ പറഞ്ഞേ ട്രെയിനിങ്ങിനായിട്ട് എന്നുവെച്ചാൽ അവിടെ ആരോ ടീച്ചർ ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ചെല്ലാൻ പറഞ്ഞു എന്ന്. കുറച്ച് ദിവസത്തേക്ക് അമ്പിളി ഉണ്ടാവില്ല. നീ വേറെ ആരാ പാടാ? പ്രതീക്ഷ ആരെങ്കിലും? ഞാൻ പാട്ട് പാടുന്നു. എന്തെങ്കിലും പാട്ട്. പോർഷൻസ് കംപ്ലീറ്റ് ആയിരുന്നു. ബാക്കിയുള്ള ടൈം പാട്ട് പാടാൻ ആക്ഷൻ സോങ് ആണോ മാം ഉദ്ദേശിച്ചത്? എന്തെങ്കിലും മതി, ഇഷ്ടമുള്ളത്. ഓക്കെ, ഞാൻ പാടാം. ഞാൻ ക്യാമറ ഓൺ ചെയ്യാവേ. എനിക്കും ചുമയും പനിയൊക്കെ ആയിട്ടിരിക്കുക. ശ്രുതി ഡോക്ടറെ കണ്ടായിരുന്നോ? ശ്രുതി പോയോ? പനി വന്നാലും ശ്രദ്ധിക്കണോട്ടോ. അപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണാം. ഇന്ന് ഞാൻ ഡോക്ടറെ കണ്ടു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ ESR കൂടുതലായി. ഇനി വൈകിട്ട് പോയി മെഡിസിൻ വാങ്ങിക്കണം. വീട്ടില് കുട്ടികൾ ഉള്ളതുകൊണ്ട് വേഗം ഡോക്ടറെ കാണിച്ചു മാം. എന്റെ ചെറുതാണ്. പാടട്ടെ മാം? ഒരു മലയാളം പാട്ടാണ്, ജസ്റ്റ് ഒരു ഫണ്ണി പാട്ടാണ്. തള്ളക്കോഴി കൊക്കക്കോ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ, തള്ളക്കോഴി കൊക്കക്കോ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ, ചപ്പും ചവറും ചിക്കി ചിക്കി ചുറ്റി നടപ്പൂ മുറ്റത്ത്, ചപ്പും ചവറും ചിക്കി ചിക്കി ചുറ്റി നടപ്പൂ മുറ്റത്ത്, കോഴിക്കുഞ്ഞിനെ റാഞ്ചാനായി കാക്ക പരുന്ത പൂച്ചച്ചാർ, കോഴിക്കുഞ്ഞിനെ റാഞ്ചാനായി കാക്ക പരുന്ത പൂച്ചച്ചാർ, ആരും അരികെ ചെല്ലണ്ട കൊത്തിയകറ്റും തള്ളക്കോഴി, ആരും അരികെ ചെല്ലണ്ട കൊത്തിയകറ്റും തള്ളക്കോഴി, തള്ളക്കോഴി കൊക്കക്കോ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ, തള്ളക്കോഴി കൊക്കക്കോ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ. അത്രേ ഉള്ളൂ. യൂട്യൂബ് നോക്കിയാണ് പഠിക്കുന്നത്? ഇല്ല, ഇത് ശരിക്കും ഞാൻ സ്കൂളില് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. അപ്പൊ അവിടെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ പുതിയത് ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടേയിരിക്കും. അപ്പൊ എണീറ്റ് നിന്ന് ചെയ്യാനുള്ള ആവശ്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എണീറ്റ് നിന്ന് ഡാൻസ് കളിച്ച് പാട്ട് പാടായിരുന്നു. അതിനൊന്നും അങ്ങനെ ചമ്മലൊന്നും ഇല്ല. കാര്യം കുട്ടികളുടെ കൂടെ ആയി കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനത്തെ ചമ്മലൊക്കെ പോയി. അതൊന്നുമില്ല. പിന്നെ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എന്റെ സ്കൂള്. കാര്യം മോള് 10th ആയതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്താ 1 ഇയറിന്. പിന്നെ ഇപ്പൊ വേക്കൻസി വരുന്നതനുസരിച്ച് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ കൂട്ടത്തിൽ എന്റെ കോഴ്സും കംപ്ലീറ്റ് ആവുമല്ലോ. എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും. പിന്നെ മോൻ അവിടെ പഠിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും പോകും അവിടെ, എല്ലാരെയും കാണും. പിന്നെ എന്റെ പിള്ളേരെയൊക്കെ, എന്റെ മക്കളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കൊച്ചു പിള്ളേരെ 2 വയസ്സ് തുടങ്ങി 3 പ്ലേ ഗ്രൂപ്പിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും 2 വയസ്സ് തുടങ്ങി 3 വയസ്സ് വരെയുള്ള കുട്ടികളായിരിക്കും. അപ്പൊ നമ്മള് ശരിക്കും അവരെക്കാട്ടും കുഞ്ഞാവും. അപ്പൊ അതന്നെ, അങ്ങനത്തെ ചമ്മലൊന്നും ഇല്ല. പണ്ട് ഭയങ്കര ചമ്മലായിരുന്നു. അങ്ങനെ ഓപ്പൺ സ്റ്റേജിലൊന്നും കയറത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ സ്കൂളിൽ പോയി പിള്ളേരുടെ കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ചമ്മലേ ഇല്ല. എവിടെ വേണേലും കയറും. ഇരിക്കുന്നവർക്കെല്ലാം അത് നമ്മൾ ആ ഒരു സ്കൂളിൽ ചെന്ന് നമ്മൾ ചെയ്യുമ്പോ ആരും, ഇവർക്കൊക്കെ ഒരു വിഷമമുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം അത്. എല്ലാവർക്കും ക്യാമറയ്ക്ക് മുമ്പ് വരാൻ ഒരു ചമ്മല് പോലെ ഉണ്ട്. പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിയുമ്പം അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്താണോ കാണിക്കുന്നത് അതാണ് അവർക്ക് ക്യൂരിയോസിറ്റി കൂടുതൽ. അത് കാരണം നമ്മൾ അവരുടെ കൂട്ടത്തിലായി കഴിയുമ്പോൾ ആ ചമ്മലൊക്കെ പോകും. ട്രെയിനിങ്ങിന് പോകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിക്കോളും അത്. അതുകൊണ്ട് ചേഞ്ച് ഒരുപാട് പേര്, ഞാൻ ഈ പറഞ്ഞ പോലെ നിത്യ മാത്രമാണ് ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നത്. പിന്നെ മൃദുലയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ക്യാമറ ഓൺ ചെയ്ത് എല്ലാരും ഒന്ന് കാണാം. നമ്മളൊരു ബാച്ചിലുള്ളവരല്ലേ. എന്റെ മുഖം എല്ലാവർക്കും ഇപ്പൊ പരിചിതമായിരിക്കില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നോണ്ട്. ഓക്കെ മാം. അമ്പിളിക്കും കുഴപ്പമില്ല. എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു നമ്മള് തന്നെയല്ലേ ഉള്ളൂ, ക്യാമറ ഓൺ ചെയ്യുന്നതിന് എന്താ ബുദ്ധിമുട്ട്. ഇടയ്ക്കൊക്കെ ഓൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. നമുക്കൊരു ഫണ്ണിയാവും, ബോറടിയും മാറും. മിസ് പഠിപ്പിക്കുന്ന ബോറാണെന്നല്ല പറഞ്ഞത്, നമ്മുടെ ക്ലാസ്. അത് കാരണം ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഒന്ന് ഓൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ശരി മാം.
ആരെങ്കിലും പാടോ? ട്രൈ ചെയ്യ്. ശിക്ഷ പറഞ്ഞ സ്കൂളിലൊക്കെ പോയിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞ എന്ത് ചെയ്യും നിങ്ങള്? ആരില്ലേ പാട്ട് പാടുന്ന? വേറെ എന്തെങ്കിലും? മിസ് ഒരു പാട്ട് പാടാവോ? അയ്യോ ഞാനാ പാട്ട് പാടി കഴിഞ്ഞാൽ കാവ്യാകാവും. ഞാൻ പാട്ട് പാടാറില്ല, ഡാൻസ് കളിക്കാറുണ്ട്. എങ്കിൽ ഡാൻസ് കളിച്ചാലും മതി. നിങ്ങളുടെ കോൺവെക്കേഷൻ സെറിമണിയൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട് മാം. ഇൻസ്റ്റഗ്രാമിലും സ്റ്റാറ്റസ് ഇടുമ്പോ ഇൻസ്റ്റയിലും സ്റ്റാറ്റസിലും വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ കാണാം. അതിൽ കണ്ടിട്ടുണ്ട് ഡാൻസ്. ഓക്കെ. ഇപ്പഴേ അവര് അവിടെ ഡാൻസ് പഠിക്കാനാണ് ടീച്ചേഴ്സ്. ഇപ്പൊ 12:30 വരെയുള്ള ക്ലാസ്. ആരാ പഠിപ്പിക്കുന്ന ആരാ? പഠിക്കുന്നത് ആതിര മിസ്, ആതിര കേസ്. അറിയോ? ഒരു ചെറിയ മിസ് ഇല്ലേ, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല, കൊറേ മിസ്സുകളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ആരാന്നറിയാം. എനിക്കറിയാം മിസ്സിനെ. ഞാന് മറ്റേ 6 ബാച്ചിലുണ്ടായിരുന്ന അതുകൊണ്ട് എനിക്ക് മിസ്സിനെ അറിയാം. മിസ്സാണ് പഠിപ്പിക്കുന്നത് അല്ലേ ഡാൻസ്? നല്ലോണം കളിക്കും, ബാക്കിയുള്ളവരും പഠിക്കും. മൃദുലയ്ക്കോ നിത്യയ്ക്കോ ഒക്കെ എന്തെങ്കിലും കാണിച്ചുകൂടെ? നിങ്ങളുടെയൊക്കെ മുഖം ഒന്ന് കാണട്ടെ. പാട്ടോ എന്തെങ്കിലും ആക്ഷൻ. മൃദുല നന്നായിട്ട് സ്റ്റോറി പറയുന്ന കേട്ടിട്ടുണ്ട് മൃദുല സൈനിന്. അപ്പം അതുപോലെ എന്തെങ്കിലും ചെയ്യാം. ക്യാമറയും കൂടെ ഓൺ ചെയ്യണമെന്നേ ഉള്ളൂ. അറിയില്ലല്ലേ അതല്ലേ. ഭയങ്കര ചമ്മലാണ്. ചമ്മല് കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ചമ്മലാണോ? എന്താവാം? ചമ്മല് ഭയങ്കരമായിട്ട് ചമ്മല് കൂടാനായിട്ട് അത് വീഡിയോ ഓൺ ആക്കാൻ ഭയങ്കര നാണക്കേടാണ്. ഈ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയ ആളാണ് ഞാൻ. ഇപ്പാണ് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് മുഖം ഫുള്ള് പാടായിട്ട് ഞാൻ ആകെ തളർന്ന് തരിപ്പണായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ്, അതൊരു കാരണം കൂടിയാണ്. ഇല്ല മാം, മാർക്കൊന്നും മാറിയിട്ടില്ല. 1 മന്ത് കഴിഞ്ഞു, പക്ഷെ ഒരു ഭയങ്കര കുഴിയായി, നല്ല കറുത്ത പാടുകളാണ് ഫേസ് ഫുള്ള്. പേടിക്കേണ്ട ആവശ്യമില്ല, മാറും. ഓക്കെ, താങ്ക് യു. മാറട്ടെ, പെട്ടെന്ന് മാറട്ടെ. മാറിയാലാണ് മൃദുലയുടെ മുഖം കാണിക്കുള്ളൂ എന്നാണ് മൃദുല പറഞ്ഞു വരുന്നത്. അതെ അതെ അതെ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം. ഒരു ഗ്രൂപ്പ് വന്ന് അത് ഫെയിലായി പോയി. ഇംഗ്ലീഷ് ടോക്കിംഗ് ഗ്രൂപ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഞാൻ പറയാം, അത് ഫെയിലായി. കാര്യം ഇപ്പൊ ആരും അതിനകത്തൊന്നും കയറാറില്ല. പിന്നെ ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഈ എല്ലാവർക്കും ഒരു ചമ്മലാണ്. എനിക്കൊരു ചിലപ്പോ ഇനി മാമൻ കൂടി ഇരിക്കുന്നോണ്ടാണോ എന്നറിയില്ല. ചിലപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ സോങ് കിട്ടി അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെറുതെ വീഡിയോ എടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ചമ്മല് മാറി കിട്ടും. എന്നിട്ട് വേണമെങ്കിൽ നമുക്കത് പ്രസന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ചുപേരല്ലേ കാണുള്ളൂ. അത് കഴിഞ്ഞത് അതൊക്കെ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുത്തോളാം, എനിക്കറിയാവുന്നത്. അപ്പോ പ്രത്യക്ഷ പുതിയ ഗ്രൂപ്പ് തുടങ്ങേണ്ടതാണ് ഇന്ന് തന്നെ. നമുക്കത് നല്ലപോലെ ചെയ്ത് നമുക്ക് ഫ്ലോപ്പ് ആക്കാം. അതെ അതെ അതെ, അതാ പറഞ്ഞേക്കാം. അതാ ഞാൻ ആദ്യമേ ഇതെടുത്തത്. ഓണം ഇപ്പോൾ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാംസ് എം ടി ലെവലിൽ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ആക്ഷൻ സോങ്ങോ പാട്ടോ എന്തെങ്കിലും പ്രോഗ്രാംസ് നടത്താം നമുക്ക്. ഓക്കെ, ഓണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓണത്തിന് ഇവിടെ സ്കൂള് പോലെയാണോ മിസ്സേ? ഓണത്തിന് അവധിയൊക്കെ ഉണ്ടോ? ഓണത്തിന് ഞങ്ങൾക്ക് ചിലപ്പോ 2-3 ദിവസമൊക്കെ കിട്ടുള്ളൂ. അവധിയൊന്നും കിട്ടുന്നില്ല. ക്ലാസ് ഉണ്ട്, 10 ദിവസം നമുക്ക് ഇല്ലല്ലോ ഓൺലൈൻ ക്ലാസ് ഒക്കെ. എന്റെ മോളുടെ ബർത്ത്ഡേ മാം തിരുവോണത്തിന്, അതുകൊണ്ട് അന്നത്തെ ദിവസം വേണം. ഫസ്റ്റ് ബർത്ത്ഡേ മാം. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് ശ്രുതിയുടെ സദ്യയും പായസമൊക്കെ കിട്ടുമായിരുന്നു അല്ലേ? നേരിട്ടാണെങ്കിൽ തന്നിട്ടുണ്ടാവും ലൈവ് ക്ലാസ്. ഓക്കെ, അപ്പൊ ടൈം ആയിട്ടുണ്ട്. സൈൻ ഔട്ട് പറയോ ആരെങ്കിലും? സൈൻ ഔട്ട് ഞാൻ പറയാം. ഇന്നത്തെ ക്ലാസ് സ്ട്രക്ചർ ക്ലാസ് റൂം ഇരുന്നു. അതിലെ യൂണിഫോമിനെ കുറിച്ചായിരുന്നു
ചർച്ച ചെയ്തത്. അപ്പം അതിനെ പറ്റി യൂണിഫോമിനെ പറ്റി എല്ലാവരുടെ അടുത്തും കുറച്ച് പേര് അതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. പിന്നെ അതുപോലെ സെമിനാർ എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ടൈം ഇവിടെ ഇല്ലായിരുന്നു. ആ സെമിനാറിന് സമയം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ലെഫ്റ്റായി. അപ്പോ എന്താ അതുകൊണ്ട് അതെന്താണ് സംഭവം കേട്ടില്ല. പിന്നെ അത് കഴിഞ്ഞു പിന്നെ പാട്ട് പാടിപ്പിച്ചു. ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഓക്കെ, അപ്പോ പ്രത്യക്ഷ ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഇപ്പോഴേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഓരോ പ്രോഗ്രാം ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലും. കാര്യം ഒരു ഗ്രൂപ്പ് മൊത്തം ഫ്ലോപ്പ് ആയത് അതുകൊണ്ട്. ഇല്ല, ഓണത്തിന്റെ പ്രോഗ്രാംസ് ആണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അടിപൊളിയാക്കണ്ടേ. ഓക്കെ മാം, ഓണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ 1-ാം തീയതി നാട്ടിൽ പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരത്തുള്ളൂ. അവിടെ ഈ പറഞ്ഞ പോലെ നെറ്റ് ഇഷ്യൂസ് കൂടുതലുള്ള സ്ഥലമാണ്, കുട്ടനാട് ഏരിയ ആണ്. അപ്പം അപ്പം നമുക്ക് ആ സമയത്തായിരിക്കും, അത് അതിന് മുമ്പായിരിക്കും ഓണ സെലിബ്രേഷൻ വരുന്നത്. സെപ്റ്റംബർ ആ വീക്കിൽ തന്നെയായിരിക്കും, ഓണത്തിന്റെ ആ വീക്കിൽ തന്നെയായിരിക്കും. എനിക്ക് അറിയില്ല, സാറൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ മാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു മാം.